ചക്കോരി ചക്കോരി ഇച്ചിരേ കോരി. വെള്ളം ഒന്നാതെ ഇല്ല, എല്ലാം കൂടെ കോരി എടുത്തു കഴിഞ്ഞാൽ അതെ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കുടുംബശ്രീ വന്ന ഈ കിണറ്റിലെ വെള്ളം എല്ലാം കൂടെ കുടിച്ച് പറ്റിക്കും. ആ താണ്ട് ഫോൺ വന്നു, പറഞ്ഞു തീർന്നില്ല. ഹലോ അമ്പിളി. ആ ചേച്ചി കുടുംബശ്രീ കൂടിയോ? എടി നിന്നോട് പറഞ്ഞില്ലേ നേരത്തെ വരണമെന്ന് പറഞ്ഞില്ലേ? അയ്യോ ചേച്ചി എനിക്ക് വരാൻ പറ്റത്തില്ല ചേച്ചി. എടി ഇന്നത്തെ കാര്യം നിനക്കറിയാമല്ലോ, ഇവിടുത്തെ കാര്യം. അറിയാം. ഈ ലോണിന് നമ്മൾ അപേക്ഷിച്ചിരിക്കുക. വേണ്ട ഇവിടെ ആള് തികയത്തില്ല. ഇവിടെ നമ്മൾ ഫോട്ടോ ഒരു 6 പേരുടെ ഫോട്ടോ എടുത്ത് കൊടുത്താലേ ലോഡ് കിട്ടത്തുള്ളൂ. അതിന് ഞാൻ രായണ്ണനില്ലോടി, രായണ്ണനോട് പറഞ്ഞ് രായണ്ണ 3 ഡെമ്മി സെറ്റാക്കി തന്നിട്ടുണ്ട്. ആണോ? ആ അത് വെച്ചിട്ട് വേണം ലോൺ സെറ്റ് ചെയ്യാൻ. ചേച്ചി സംഭവം എന്ന് വെച്ചാൽ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുവാണേ. അയ്യോ ഇവിടെ നിന്ന് മാറാനേ തുണിയില്ലേ അവിടെ? അതല്ല, നിന്ന് മാറാൻ വേറെ ആൾക്കാരില്ല. അത് ശരി. അതുകൊണ്ട് ഞാൻ എന്റെ പേരവേ എന്റെ അണ്ണനെ പറഞ്ഞു വിടുക, തമ്പി അണ്ണനെ. ആഹാ അതെങ്കിലും ശരിയാവും. അയ്യോ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചി, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആ ചെയ്യേ. അയ്യോ ഒരു സെക്കൻഡ് ചേച്ചി. എന്തോ അമ്മേ ഓക്സിജൻ വേണോ? ആ തരാം ചേച്ചി വെക്കുവാ. ആ എന്തായാലും റീത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സുശീല ചേച്ചി എടി ഇങ്ങനെ ഉറക്കെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈവിട്ടു പോയി, നീ വിളിച്ചപ്പോഴേ കൈവിട്ടു പോയി. അയ്യോ ക്ഷമിക്ക, അത് ഇന്ന് എടുത്തിട്ടാനകത്തല്ലേ? ആ ഇന്ന് എഴുതിട്ടു. മോട്ടറിൽ വെള്ളം പിടിക്കത്തില്ലേ ചേച്ചി? അയ്യോ ഇല്ലടി, തൊട്ടിയല്ലേ കോരുന്നേ. അണ്ണ രാവിലെ കോരി തന്നിട്ട് പോവോ? എന്റെ അണ്ണൻ കോരുന്ന കാര്യമല്ല പറഞ്ഞേ, ഞാൻ ഈ തൊട്ടി ഇങ്ങോട്ടാ കോരുന്നായിരുന്നു. ഓ അങ്ങനെ. ആ കുടുംബശ്രീ കൂടെ എല്ലാരും വന്നായിരുന്നാ? എല്ലാരും വന്നില്ല. അമ്പിളി വിളിച്ചു. അമ്പിളിയുടെ ഭർത്താവ് തമ്പി അണ്ണൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. തമ്പി അണ്ണൻ വരുമോ? ആ തമ്പി അണ്ണൻ വരുമോ? ഇതുവരെ കണ്ടില്ല. എടി ഈ പ്രാവശ്യം എങ്ങനെങ്കിലും നമുക്ക് കുടുംബശ്രീയുടെ വാർഷികത്തിന് ഫസ്റ്റ് വാങ്ങിച്ചാൽ പറ്റും. അത് മേടിക്കണം. ആ ലോണിന്റെ കാര്യം തീർച്ചയായ കാര്യം. ഋഷിതേ അയ്യോ തമ്പിയണ്ണ, തമ്പിയണ്ണ വാണ വരുക. വെള്ളം കാണാൻ കോരുവോ? വെള്ളം കാണാൻ കോരുവോന്ന്? കോരാൻ കാണുവോ? വെള്ളം കോരാൻ കാണും. തുടങ്ങിയോ? ഇല്ലല്ലോ. ഇല്ല, തുടങ്ങാൻ വേണ്ടി അണ്ണനെ പ്രതീക്ഷിച്ചിരിക്കുവാ. എന്റെ ദൈവം, ഞാൻ ആദ്യമത്തെ ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്ന് കയറുന്നത്. ആദ്യം കയ്യോടെ ഇതങ്ങ് പിടിച്ചാട്ട്. അണ്ണനെ തിരിച്ച് ആള് വിട്ടോണ്ട് നടക്കുന്നത്. ഇതാകുമ്പോ അമ്പിളി കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നല് വരും. ഇതെന്താ മേശ വിരി? എന്നോട് അമ്പിളി പറഞ്ഞു വരുമ്പോ അതങ്ങ് കൊടുക്കണേന്ന്. അയ്യോ ഞാൻ മാസവിരിയാ വേണ്ടത്. മാസവിരി അതിന് മേശവരിയും പൊക്കി പിടിച്ചോണ്ട് വന്നേക്കറിയാം. വെറുതെ അതും പൊയ്ക്കൊണ്ട് ഞാനിങ്ങ് പോന്നു. അല്ല ഇതെന്തോ ഡെമ്മി കൊണ്ട് വെച്ചേക്കുന്നേ? അയ്യോ ഡെമ്മി കൊണ്ട് വെച്ചേക്കുന്നതേ നമുക്ക് പുതിയ ലോണുണ്ട്. 6 പേരെ തികയ്ക്കണം. അതിന് നമ്മളിപ്പോ ഇത്രയും പേരെ അല്ലേ ഉള്ളൂ. ഇവരെ കൂടെ നിർത്തി നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇത് ഞാൻ പൊളിക്കും. ഇത് ഞാൻ വെളിവിടും. ഡെമ്മി വെച്ച് കുടുംബശ്രീ കൂടി. ഒരിക്കലും പൊളിയത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ ഭാര്യ അമ്പിളിയല്ലയോ? അമ്പിളിക്ക് ഉണ്ട് ഇതിനകത്തുനിന്ന് ഒരു പങ്ക്. അതിന് ആര് വെളിവിടുന്നു? ആര് പറഞ്ഞ്? പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും ഇത് വെളിയിൽ വിട്ടാൽ എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ലോണുണ്ടല്ലോ. എന്നാ ഞാൻ അങ്ങനത്തില്ല. അപ്പൊ ആദ്യം ഈശ്വര പ്രാർത്ഥന. ആദ്യം ഈശ്വര പ്രാർത്ഥന പറഞ്ഞാൽ പഴുതുള്ള പാട്ടൊന്നും അല്ല. ഞങ്ങൾ ഇപ്പം ഇവിടെ കുറെ പെണ്ണുങ്ങൾ പിരിവൊന്നും തരത്തില്ല. അവർക്ക് ആദ്യമേ മനസ്സിലാക്കാൻ വേണ്ടി ചേച്ചി തന്നെ തയ്യാറാക്കിയ ഒരു പാട്ടുണ്ട്. അയ്യോ ഒന്നാണെന്ന് കേക്കട്ടെ. അയലത്തെ പെണ്ണുങ്ങൾ കുടുംബശ്രീ കൂടിയപ്പോൾ കുറിച്ചിട്ടിയിട്ടു. അതിലൊരു പെണ്ണിന് കുറിയങ്ങടിച്ചപ്പം വരവും നിലച്ചു. എന്നെ പറ്റിയാണോ? അങ്ങനെ നിന്നെ പറ്റി ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ ആരും ചെയ്യരുതു കേട്ടോ, ഇങ്ങനെ ചെയ്താൽ ഈ കുടുംബശ്രീ പൂട്ടും കുടുംബശ്രീ അങ്ങ് പൂട്ടും. എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലത്. അയ്യോ അങ്ങനെ നാക്കടുത്ത് പറയാ. പിന്നെ കള്ളം ഞാൻ കേട്ടെ. ഇത് പ്രാർത്ഥനാ ഗാനമാണോ അതോ വാണിങ്ങാണോ? എല്ലാം കൂടാ മിക്സ് ചെയ്താണ്. അപ്പൊ അജണ്ട അനുസരിച്ചാണ് ഇന്നത്തെ മീറ്റിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്നത്. പറഞ്ഞു. ആദ്യം സ്വാഗതം പറയണ്ടേ? സ്വാഗതം. ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ അടി? അടിപൊളി. അപ്പൊ ആദ്യം ചർച്ച. എന്തുവാ വിഷയം? അണ്ണ എന്താണ് ഇപ്പം കടയിൽ പോകാത്തെ? അതാണ് ഇവിടുത്തെ വിഷയം. അതല്ല നേരത്തെ പള്ളിക്കടയിൽ പോവല്ലായിരുന്നോ? നിങ്ങൾ ചർച്ചയിലുള്ള വിഷയം പറ. അതെന്തിനാ ആ കൂട്ടത്തിൽ ഇതോടെ പറയുമ്പോ കേട്ടങ്ങ് പോവായിരുന്നല്ലോ. അടിച്ചു കയറ്റി വെക്കോ ഇതിനകത്ത്? നല്ല പാർട്ടികളാ. അതെന്തുവാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പലചരക്കട നിൽക്കുമല്ലായിരുന്നു. അവിടെ ഈ വാടകയ്ക്ക് ഒരു പുതിയൊരു കൊച്ചു വന്ന് താമസിച്ചു. ആ പെണ്ണാണ് പൂർണ്ണ ഗർഭിണിയാ. ഇത് വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു 1500 രൂപയുടെ സാധനം കടം തരണം പറ്റേ. ഞാനൊക്കെ അപ്പുറം തരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ സാധനം കൊടുത്തിട്ട് അടയാളം വെച്ചതാ. പേര് എഴുതിയില്ല, മുഖം നോക്കിയില്ല, ഗർഭിണീന്ന് എഴുതി വെച്ചു. 2 മാസം കഴിഞ്ഞിട്ടും പൈസ കാണുന്നില്ല. ആരാന്ന് എങ്ങനെ അറിയുന്നത്? അയ്യോ ആ പെണ്ണ് പെറ്റ് കാണും. എന്താ പറ്റി? ഇപ്പം
ഇപ്പൊ അയാളുടെ തീരുമാനം, അയാളുടെ സ്വന്തം എടുത്ത തീരുമാനമാണേ ഞാൻ ഇനിയും ചെല്ലണ്ടെന്ന്. നല്ല തീരുമാനം. അങ്ങനെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് വന്നിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചർച്ച കാര്യങ്ങൾ പറ, ഉടനെ എന്റെ വിഷയം കൂടെ അതിനകത്തോട്ട്. മെനഞ്ഞാന്നേ മേടിച്ച ചേച്ചിയുടെ മോടെ കല്യാണത്തിന് വന്നില്ലായിരുന്നല്ലോ. അത് അമ്പിളി അമ്മ ആശുപത്രി കിടക്കും. ചേച്ചിയും വന്നില്ല കല്യാണം. ഞാൻ വന്നില്ല, എന്നെ വിളിച്ചു. എനിക്ക് അതിന് സമയമില്ലായിരുന്നു. ഒന്നാമത്തെ അണ്ണൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കല്യാണത്തിന് പോയിട്ട് കല്യാണത്തിന് ഞാൻ പോയി. നല്ല ചെറുക്കനായിരുന്നു, മോനായി. ഇവനെന്തുവായിരുന്നു ജോലി? ഇവനാ കടലാൻ കണ്ടാ ജോലി. 3 മാസം കടലി, 1 മാസം കരയിൽ കയറി വരും. മുട്ടയിടാൻ അയ്യോ അല്ല, അവൻ അന്നാ ലീവ് കിട്ടുന്നത്. എന്താ പറയാനാ നമ്മുടെ കാര്യം. ഈ പ്രാവശ്യത്തെ ലോണിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ലോൺ എടുക്കുവാണെങ്കിൽ നമുക്ക് മെഴുകുതിരി കമ്പനി തുടങ്ങാം. എന്താ? നല്ലൊരു പരിപാടി. അയ്യടി, അത് ഞാൻ സമ്മതിക്കത്തില്ല. എന്നാ? എനിക്ക് വയ്യ നിന്നുരുകാൻ. മെഴുകല്ലേ ഉരുകുന്നേ? മെഴുകുതിരി ഉരുകുന്നവൻ ലാസ്റ്റ് ഉരുകുന്നു. ഇവളമാരൊന്നും പൈസ കൊടുക്കത്തില്ല. എന്നെ കുറിച്ചാന്ന് പറയുന്നേ? എടി, നിന്നെ കുറിച്ചാണ്. ഈ വിരൽ പട്ടിയുടെ പുറകെ ചാടി, പിന്നെ ഇത് മടങ്ങത്തില്ല. അത് പറ, ഞാനങ്ങ് ആദ്യം ഇളകി പോയില്ലേ. ജയന്തി അല്ല, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആ അച്ചായന്റെ പറമ്പിലെ പാട്ടത്തിനടുത്ത് കപ്പ ഇട്ടില്ലായിരുന്നു? അതെന്താ പറ്റി? അയ്യോ, അത് മൊത്തം എലിയുടെ ശല്യം. 1000 മൂടും പോയിക്കൊണ്ടിരിക്കുക. അത് കൃഷിഭവനിൽ പോയെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? കൃഷിഭവനിൽ ചെന്ന് ഞാൻ ചെന്ന് പറഞ്ഞത്. അന്നേരം ഓഫീസറോട് പറഞ്ഞപ്പോ പുള്ളി അന്നേരമേ അതിനൊരു തീരുമാനം പറഞ്ഞു. എന്തോ ഇപ്പൊ വിഷയം? അടുത്ത മേടത്തിലെ വിഷു വരെ നോക്കിയിരിക്കണം. വിഷുവിന് എന്തോ കപ്പയ്ക്കകത്ത്? അതായത് എലി വരുന്ന വഴിക്ക് കണി വെച്ച് കാത്തിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നെ പെണ്ണുങ്ങളെ, കണിയല്ല, വരുന്ന വഴിക്ക് കെണി ഒരുക്കണമെന്നാ പറഞ്ഞേ. എന്റെ ദൈവമേ, 2500 രൂപ പോയി. 2500 രൂപ ഞങ്ങളുടെ പോയി. 2500 അങ്ങനെ പോയി. ഞങ്ങളൊരു കണിക്കൊന്ന ലേലത്തിന് പിടിച്ച് വെച്ചിരിക്കുവായിരുന്നു. നോക്കുമ്പോ പൂ മൊത്തം അടുത്ത വർഷം പറിക്കാൻ 1000 നിലവിളക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. 1000 നിലവിളക്ക്? 1000 മുട്ടിലും വെക്കണ്ടേ? ഒരു ലോഡ് ചക്ക ഇറക്കി, വെള്ളരിക്ക ഇറക്കി. ഇവിടെ തേങ്ങ ഇല്ലാത്ത ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടി തേങ്ങ 1000 എണ്ണം ഇറക്കി. വണ്ടി ലോഡ് കണക്കിന്. ഇതൊക്കെ എവിടെ കൊള്ളിക്കുന്നത് എനിക്കറിയാൻ വയ്യ. എന്ത് ഇത് കേട്ടിട്ട് എനിക്ക് അതിശയം വരുന്നു. ഒരു കേക്കിന്റെ കാര്യമല്ല ഉള്ളത്. എനിക്ക് വെക്കുന്ന കേക്കില്ലായിരുന്നോ? കേക്ക് ഞാൻ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം നോക്കണേ എലി എല്ലാം കൂടെ മറ്റേ അവരുടെ ബന്ധത്തിലുള്ള എലിയും കൂടെ വിളിച്ചോണ്ട് വന്ന് കൈ നീട്ടി നിൽക്കുക കേക്കിന്. കേക്കിട്ടൊരു കുഞ്ഞൊരു ചുണ്ടലിയില്ലേ, എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അതെന്തുവാ? കേക്കിന്റെ കൂടെ ചായ ഇല്ലയോ? പിന്നെ വന്ന് കേറിയെന്ന് പറഞ്ഞാൽ മതി. വാറ്റുകാരെ നടത്തുന്ന മഹേഷിന്റെ വീട്ടിൽ ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അത് നിങ്ങൾ അറിഞ്ഞോ? ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ അത് എന്ത് വന്നറിയാവോ? പോലീസുകാർ എന്ന് അങ്ങോട്ട് ഇറങ്ങി, എസ്ഐയും പാർട്ടിയും ചെന്നിറങ്ങി ഉടനെ രമേശ് ഇങ്ങ് വിളിച്ചിറക്കി. ഇറക്കിയിട്ട് ചോദിച്ചു, ഡാ നിങ്ങളെ ബ്രാൻഡി വിൽക്കില്ലയോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയുക, സാറേ അതൊരു 2-3 പ്രാവശ്യം ഒന്ന് എടുത്ത് പറയാമോ എന്ന്. സാറ് ചോദിച്ചാൽ എന്തിനാ? ഇവിടെ ഉള്ളവന്മാർ എല്ലാം പറയും അത് വെള്ളമാ, വെള്ളം അതിനകത്തൊന്നും ഒന്നുമില്ല. എസ് ഐ പറയാം, ഞാൻ നിന്റെ പരസ്യം പറയാൻ വന്നാന്നോ. ഇപ്പൊ ചെയ്യില്ല. പിന്നെ വാർഷികത്തിന് ഞാനാണ് എല്ലാരെയും വിളിക്കാൻ ഞാൻ തീരുമാനപ്പെടുത്തിയത്. ഏതൊക്കെ വ്യക്തികളെ വിളിക്കാൻ വന്നേ? ഏതൊക്കെ വ്യക്തികളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെ ഫോൺ അടിക്കുന്നു. MLA എടി, MLA എം ആണെങ്കിൽ അത് മനുവാ. മനുവാ രാത്രി മിസ് കോൾ ഇടുന്നത്. ആ പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരുത്തന്നെ ജാമ്യത്തിൽ ഇറക്കണം, എനിക്ക് പോകണം. ഇപ്പോഴോ? ഞാൻ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ? ഇല്ല. നമ്മളിവിടെ നേരത്തെ താമസിച്ചൊരു മുരളിയില്ലയോ, ആ മുരളിയുടെ ചെറുക്കന് എന്തോ ഇത്. അവൻ ഇവിടുന്ന് 20 കിലോമീറ്റർ മാറി ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ അപ്പുറത്തെ കുറ്റിക്കാരൻ ഇവൻ അങ്ങ് തീയിട്ടു. ഇവിടെ എന്തിനാണ് അവിടെ പോയിട്ടേക്കുന്നേ? ആ ഫയർഫോഴ്സുകാർ അവരുടെ സൗകര്യം കൂടെ നോക്കണ്ടേന്ന്. അവനെ ഇറക്കാൻ പോവുക. അവനെ ഇറക്കരുത്, അവനെ അവിടെ കിടക്കാണ്. വേറെ പണിയുണ്ട് ഈ തലവെക്കാനൊക്കെ ഉണ്ട്. എടി, എന്റെ കൂടെ ഇരിക്കുന്ന അമ്പിളി ഇല്ലല്ലോ, അതിനേക്കാൾ വലിയ തലവേദനയല്ലല്ലോ ഇത്. അത് കൊള്ളാം, അന്നേ എടുത്ത് വെക്കണം. ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടുന്നല്ലയോ? എന്തുവായാലും വാർഷികത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വാർഷികത്തിന് ഞങ്ങളെല്ലാം ഓരോരോ കലാപരിപാടികൾ ചെയ്താൻ തീരുമാനിച്ചു. അതെന്താ നിങ്ങൾ നടത്താൻ? പാട്ടുണ്ട്, ഡാൻസും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത്. പാട്ടൊക്കെ ഏത് പാട്ടാ? മേടപ്പൊന്നണിയും ആ പാട്ടില്ലേ, അതിന്റെ ആദ്യം തുടങ്ങുന്ന കുറച്ച് സ്വരങ്ങളല്ലയോ അണ്ണാ? ആദ്യം കുറച്ച് സ്വരം. ഗമ 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 പനി 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 പതനി സപമഗരി തത്രതും. ആ തത്രതും അണ്ണം വേണം വെക്കേണ്ടത്. ഞാനോ? ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഈ പരിപാടിക്ക് നോക്കുന്നു. അണ്ണം കണ്ട വാക്ക് മാറുന്നുണ്ടോ? അണ്ണം വെച്ചേ പറ്റുള്ളൂ. അമ്മയുടെ വരം വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ തത്രതും എത്ര എണ്ണം വെക്കണം? അണ്ണൻ എത്ര തവണ വെക്കാൻ പറ്റും തത്രതും? എനിക്ക് ഞാൻ മാക്സിമം 2 എണ്ണം വെക്കാം. മതി. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്പളി വന്ന് നികത്തിക്കോളും കേട്ടോ. ഇത് ഞങ്ങൾ ഈ സ്വരങ്ങൾ പകത്ത് കൊടുത്തിരിക്കുക. ഞങ്ങളെല്ലാം കൂടെ ഈ സ്വരം പകത്തോ? എന്നിട്ട് ഇപ്പം പകത്ത് വന്നപ്പം എനിക്ക് ആ ഗമ കൂടുതൽ. എന്നോട് അമ്പളി പറഞ്ഞായിരുന്നു, അത് വിളിച്ചു പറയാം, ഇച്ചിരി ഗമ കൂടുതലാണ്. ആ ഗമയല്ലേ, സ്വരങ്ങളുടെ ഗമയല്ലയോ? അത് എനിക്കാ ഇപ്പം കൂടുതൽ. അയ്യോ, ഇവക്ക് പനിയാ. ഒരു ഡോളോ എടുത്തു കൊടു. ചുമ്മാ പനിയാന്ന് പറയുന്നത് മാറ്റി പരിപാടി. സ്വരത്തിനകത്ത് പനിയില്ലയോ? ഗമ പനി. അത് കൂടുതലാണ്. ഞാൻ പാടാമേ. ഗമ 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 പനി 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 പതനി സപമഗരി സാ. ഇത്രയും കട്ടി വേണ്ടായിരുന്നോ? ഇത്രയും കട്ടി വേണ്ടാണ. ഇതൊന്നും നോക്കിയിട്ട് ജയന്തി എന്നെ കണ്ണില്ല. എന്താ പറ്റി? അത് ഇന്ന് ഉമ്മിക്കിരിട്ട പല്ലി അല്ലേ? പൊടിനകത്ത് വീണ് കണ്ണിനകത്ത്. തത്രതൊന്നും വേണ്ട. തത്രതൊന്നും കട്ട് ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യണം. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം.
താരിളങ്കരി തളിരിളങ്കരി അത് എങ്ങോട്ട് പാടും ബാക്കി പറഞ്ഞോളൂ. ആ അത് ഡാൻസ് കളിക്കും, സ്റ്റെപ്പ് കളിക്കണം. ഞാനോ എന്നെ കൊണ്ടൊക്കത്തില്ല. അയ്യോ കളിച്ചാ ഓ, പറ്റും. പിന്നെ സിമ്പിളാ. ഞാനിപ്പോ അമ്പിളി വിളിക്കും. ഡാൻസ് കളിക്കാൻ അമ്പിളിയേ എടി അന്ന് നിന്റെ അണ്ണം പറയുന്നു ഡാൻസ് കളിക്കത്തില്ലെന്ന്. ഞങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടല്ലേ ഇവിടെ ഡാൻസ് പഠിപ്പിച്ചത്. ആര് പറഞ്ഞു? ഞാൻ ഇങ്ങോട്ട് ചെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞോക്കട്ടെ. അമ്മളോട് ഞാൻ പറയാലോ. അവള് പറഞ്ഞോ ഞാൻ ഡാൻസ് കളിക്കാം. പറഞ്ഞോ ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ്. എന്തുവാ പിന്നെ കളിക്കണോ? അവരുടെ പിള്ളമാര് പറയാ കളിക്കണ്ടെന്ന്. കളിക്കാം. എങ്ങനെ സുശീല നിൽക്കുന്ന പറയും നിന്നാ ചെയ്യുന്നു. ജയന്തിയുടെ കൂടെ നിൽക്കരുതെന്നെ ഉള്ളത്. ഓ അതിപ്പോ അങ്ങനെ എങ്ങനെയായാലും നമുക്ക് അങ്ങ് തുടങ്ങാം. ഫോൺ ഇങ്ങോട്ട് താ, പട്ടം കൂടി നിൽക്കും ഇവിടെ. ഞാൻ കളിക്കണോ അതോ എങ്ങനെയാ? ഞാൻ എന്റെ ദൈവമേ ഞങ്ങൾ കളിച്ച് വരുമ്പോ അങ്ങ് പോയാൽ മതി. കളിച്ചങ്ങ് പോയാൽ മതി. കളിച്ചങ്ങ് പോയാൽ മതി. ഓ ശരി. അല്ലെ സ്റ്റെപ്പ് എങ്ങനെ ഒന്നും എന്ന് പറഞ്ഞാൽ താഴെ 2 കൊട്ട, മുകളിൽ 2 കുടച്ചില്. താഴെ 2 അടി മേളി 2 കൊട. അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചോണം, അത് മാത്രമേ ഉള്ളൂ. താരിരങ്കിളി തരിലങ്കിളി താമര കിളിയേ എവിടെ പോയി ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾ പറഞ്ഞ കളിച്ചങ്ങ് പോയാൽ മതി. അങ്ങനെയല്ല, കളിച്ചിങ്ങനെ വട്ടം കറങ്ങി പോകണം. ഞങ്ങൾ കളിക്കുമ്പോ ഞങ്ങളുടെ കൂടെ വട്ടം അങ്ങനെ പോയാ മതി. താരിളങ്കിളി തരിലങ്കിളി താമര കിളിയേ തര താലിൽ തിന്തരത്തോം. അണ്ണൻ എന്തോ അണ്ണ തിരിഞ്ഞു പോകണോ? ഞാൻ നിങ്ങള് പറയാതിരിക്കാം. സമയം ഒരുപാട് ഞാൻ അങ്ങനല്ല. എവിടെ പോവാ? തിരിഞ്ഞു വരണം. തിരിഞ്ഞല്ലേ പറഞ്ഞ തിരിച്ചു പൊക്കോളാൻ. അതല്ല എന്തുവാ പറയുന്നത്? തിരിഞ്ഞിങ്ങനെ കറങ്ങി വരണമെന്നാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, അമ്പളി വന്നിട്ട് ഡാൻസ് കാണാൻ കളിക്കാൻ എന്നെ അമ്പിളി വന്നിട്ട് ഡാൻസ് കളിപ്പിച്ചാൽ മതി. നിങ്ങൾ കാര്യം ചെയ്യും. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഡ്രസ്സിന്റെ കാര്യം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തോ പ്രശ്നം? വെള്ള കളർ സാരി ബ്ലൗസും അങ്ങനെ ഉണ്ട്. അതാ ഏറ്റവും നല്ലത്. വെള്ള. പച്ചയാ സൂപ്പർ. പച്ച മോശമാണോ? നിങ്ങൾ എന്ത് ഈ 2 വെള്ളത്തിൽ കാലി ഔട്ടി എന്നോട് അമ്പിളി പറഞ്ഞ അല്ല അവിടുന്ന് ഊരി പോരാൻ പാടാന്ന്. അയ്യോ അങ്ങനല്ല, എന്തെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ മഞ്ഞപ്പച്ച നിറമുള്ള നീല ഒരു കറുത്ത ഇല്ലയോ, അതിന്റെ വയലറ്റ് എടു. അതാ ഞാൻ പറഞ്ഞേ, മെറൂൺ കളർ തന്നെ മതി. അതാ മഞ്ഞ പോലെ. അത് പാസ്സാക്ക്. എനിക്ക് തന്നെ ഭ്രാന്ത് വരുന്നത് കേട്ടോ. നിങ്ങളൊരു കാര്യം എന്താ കാര്യം തീരുമാനിക്കും. എനിക്ക് പണിക്ക് പോകണം. എന്നോട് ഞാൻ പറഞ്ഞില്ല പല കളറിലും കാര്യം പറഞ്ഞു. പൈസ തരാനുണ്ട്. നീ എത്ര രൂപ ഇവിടെ തരാനുണ്ട് കുടുംബശ്രീ? അയ്യോ നിങ്ങൾ കെട്ടിയും പഠിച്ചോണ്ട് പോകുന്നില്ല ഇതിനകത്ത് കയറിയിട്ട് വന്നിട്ട്. കെട്ടിവൻ വാങ്ങിച്ചോണ്ട് പോയ കാലം മാത്രമേ നീ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം നീ എന്ത് പറയത്തത്? നീ എങ്ങനെ കള്ളത്തരം പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ? പൈസ നിങ്ങൾ പരിപാടി നിർത്താവോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്കൊന്നും തലയ്ക്ക് വെളിവില്ലയോ? എന്നെ ഒന്ന് വീട്ടിൽ വിടാവോ? അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാനായത് കൂടുതൽ ഞാൻ പിരിച്ചുവിടും. അന്നേരം പോയാൽ മതി. നീ പിരിച്ചുവിടുവാ? എല്ലാരും ഇങ്ങോട്ട് വന്നേ. കുടുംബശ്രീ പിരിച്ചു വിട്ടിരിക്കുന്നു. ഇത് ശരി. ഇപ്പൊ വലിയ കുഴപ്പമില്ല. എന്തോ ഇരിക്കുക. ഇതുമെല്ലാം കേട്ടോ? കുടുംബശ്രീ പിരിച്ചു വിട്ടു. അന്നാ അത് ഡെമ്മിയാന്ന്. ഇതിലും ഭേദം ഇതാ. തമ്പി എന്നാ അതേന്ന്